ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഉള്ളി കൊണ്ട് നല്ല സ്വാദുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. ഉള്ളി പൊരിച്ചത്, കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. 1/4 കിലോ ഉള്ളി ചെറുതാക്കി കനം കുറച്ച് നുറുക്കാം. ഇപ്പോൾ ഉള്ളി മുഴുവൻ നുറുക്കി കഴിഞ്ഞു. വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ബൗളിലേക്ക് മാറ്റാം. എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാനുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില നുറുക്കിയതും കൂടി ചേർക്കാം. 5 അല്ലി വെളുത്തുള്ളി നുറുക്കിയത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, എരിവില്ലാത്ത പച്ചമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ഹീപ്പ് ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ മൈദ, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 6 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. അതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഉള്ളി വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് തിരുമ്മി ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും പിന്നെ മീറ്റ് മസാലയിലത്തെയും എരിവുണ്ട്, അപ്പോൾ പാകത്തിന് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം കുടഞ്ഞ് ചേർക്കാം. മിക്സ് ചെയ്യാം നല്ലോണം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അധികമാവും. അരിപ്പൊടി കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യണതാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കേണ്ടി വരും. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഷേപ്പാക്കൊന്നും വേണ്ട, എണ്ണയിലേക്ക് ഇടാനുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ളി കഷ്ണങ്ങൾ മാവിൽ നല്ലോണം ചേർന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ മതി മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി വെളിച്ചെണ്ണ ചൂടാക്കാം. കത്തിച്ചിട്ട് ചീനിച്ചട്ടി വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ ആണ്, അതുകൊണ്ട് ഇത്തിരി നല്ലോണം ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. മാവ് കയ്യിലെടുത്തിട്ട് ഒന്ന് പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇടാം. കൂടുതൽ വലിപ്പം വേണ്ട, അപ്പോൾ വേവാൻ താമസമാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത്തിരി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എണ്ണയുടെ ചൂടനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഫ്ലെയിം. ഒന്ന് തിരിച്ചിടാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഗോൾഡൻ കളറായി. ഇനി മാറ്റാം. ബാക്കിയുള്ള മാവും ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നേരത്തെ തന്നെ നുറുക്കി വെക്കാം നമുക്ക്. ഇപ്പോൾ വൈകുന്നേരം ചായയുടെ സമയമാകുമ്പോഴത്തേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് യോജിപ്പിക്കേ വേണ്ടൂ. അപ്പോൾ ചായയുടെ ഒപ്പം തന്നെ സ്നാക്കും റെഡിയാവും. ഉണ്ടാക്കുന്ന നേരത്ത് വെള്ളം പോരാ, മാവിന് കട്ടി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. അങ്ങനെ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. ഉള്ളിയുടെ മൊരിഞ്ഞ സ്വാദും മീറ്റ് മസാലയുടെ ഫ്ലേവറും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേഗം ഉണ്ടാക്കാനും പറ്റും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.